നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളിയിലെ സ്വർണ്ണ കവർച്ച അന്വേഷണത്തിന് പോലീസിന്റെ 2 ടീമുകൾ. സംസ്ഥാനത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയ മോഷ്ടാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. 7 സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്യാൻ 2000 രൂപ കൈക്കൂലി. ഇളംകുളത്ത് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് വില്ലേജ് ഓഫീസർ വിഷ്ണു ONS. നായർ ഈഴവ ഐക്യം പുതുമയല്ലെന്ന് KPMS. ഐക്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനെന്ന് പുന്നല ശ്രീകുമാർ. ഇടത് ഭരണകൂടത്തിനെതിരെ ഉപവാസ സമരവുമായി NGO അസോസിയേഷൻ. ഇടത് ഭരണകൂടം പരാജയമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളി റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്വർണ്ണ കവർച്ച പോലീസിന്റെ 2 ടീമുകൾ അന്വേഷിക്കും. സംസ്ഥാനത്ത് അടുത്തിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയ മോഷ്ടാക്കളുടെ വിവരം പോലീസ് ശേഖരിക്കുന്നു. പുതുപ്പള്ളി റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിലെ സ്വർണ്ണ കവർച്ച പോലീസിന്റെ 2 ടീമുകൾ അന്വേഷിക്കും. തൃശൂരിൽ അടുത്തിടെ നടന്ന മോഷണവുമായി സമാനതകൾ കണ്ടതിനാൽ അന്വേഷണ സംഘത്തിൽ നിന്നും ജില്ലാ പോലീസ് വിവരം തേടി. അടുത്തിടെ ജയിലുകളിൽ നിന്നും ഇറങ്ങിയ മോഷ്ടാക്കളുടെ വിവരവും പോലീസ് ശേഖരിച്ചു വരുന്നു. സമീപ മാസങ്ങളിൽ നടന്ന 3 മോഷണങ്ങളിലെ സമാനതകൾ പോലീസ് പരിശോധിക്കുന്നു. മാങ്ങാനത്ത് വില്ലയിൽ നടന്ന കവർച്ചയിലും തൃശൂരിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ക്വാർട്ടേഴ്സിൽ നിന്നും വനിതാ ഡോക്ടറുടെ സ്വർണം കവർന്നതിലും പുതുപ്പള്ളി റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിലെ സ്വർണ്ണ കവർച്ചയ്ക്കും സമാനതകൾ ഏറെയാണ്. 3 നിന്നും സ്വർണം മാത്രമാണ് കവർന്നത്. സർക്കാർ സ്വകാര്യ കമ്പനി ജീവനക്കാർ കുടുംബത്തോടൊപ്പം സമൂഹമായി താമസിക്കുന്ന വില്ലകളും ക്വാർട്ടേഴ്സുകളും കണ്ടെത്തി മോഷണം നടത്തുന്ന ഉത്തരേന്ത്യൻ സംഘം സംസ്ഥാനത്തുണ്ടെന്ന് പോലീസ് പറയുന്നു. പുതുപ്പള്ളിയിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽ സംഘങ്ങളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് കാഞ്ഞിരപ്പള്ളി സ്വദേശിനി ഡോക്ടർ രേഖ, ഫാം ഓഫീസർ പെരുമ്പാവൂർ സ്വദേശി ജോയ് എന്നിവരുടെ ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് 73 പവൻ സ്വർണം കവർച്ച ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭൂമിയുടെ പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നതിനായി വിധവയിൽ നിന്നും 2000 രൂപ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഇളംകുളത്ത് വില്ലേജ് ഓഫീസർ കോട്ടയം വിജിലൻസിന്റെ പിടിയിലായി. ഇളംകുളം വില്ലേജ് ഓഫീസർ വിഷ്ണു ONS ആണ് വിജിലൻസിന്റെ പിടിയിലായത്. കൊപ്രാക്കളം ചീങ്കല്ലിൽ റെജി സന്തോഷ് നൽകിയ പരാതിയിലാണ് നടപടി. 7 സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിനായി ഇന്നലെ 1000 രൂപ കൈക്കൂലി വാങ്ങിയിരുന്നു. വീണ്ടും 2000 രൂപ കൂടി ആവശ്യപ്പെട്ടതോടെ വിജിലൻസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നായർ ഈഴവ ഐക്യം പുതുമയല്ലെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യമാണിതെന്ന് പുന്നല ശ്രീകുമാർ പ്രതികരിച്ചു. നായർ ഈഴവ ഐക്യം പുതുമയല്ലെന്നും NSS SNDP ഏകീകരണം സാമൂഹിക ചലനമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യമാണിതെന്ന് സംശയിക്കുന്നതായും പുന്നല ശ്രീകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നായർ ഈഴവ ഐക്യം അതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം കേരളത്തിൽ ഇതിനു മുൻപ് പലതവണ കാണുകയും അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ശൈഥില്യവും അതിൻ്റെ കലഹവുമെല്ലാം കണ്ടതാണ് നമ്മളുടെ നാട്. അത് പുനരാവിഷ്കരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹ്യ ചലനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. എല്ലാ ഘട്ടങ്ങളിലും ഇത് രൂപപ്പെട്ടത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമ്മർദ്ദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ പുതുമയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സാമൂഹിക രംഗത്ത് വലിയ ചലനങ്ങളൊന്നും ഈ ഐക്യപ്രഖ്യാപനം ഉണ്ടാക്കാൻ പോകുന്നില്ല. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന സങ്കല്പം ഇപ്പോഴില്ലെന്നും അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. ഈഴവ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ബോധ്യപ്പെടുത്താൻ SNDP നേതൃത്വത്തിന് കഴിയില്ല. മുന്നാക്ക സംവരണത്തെ എതിർത്ത SNDP എങ്ങനെ NSSുമായി കൈകോർക്കുമെന്നും ചോദിച്ചു. പിന്നാക്ക വിഭാഗം ആവശ്യപ്പെടുന്ന ജാതി സെൻസ് പോലെയുള്ള കാര്യങ്ങൾ എതിർക്കുന്നതാണ് NSS നയമെന്നും ഇതൊന്നും ചർച്ച ചെയ്യാത്ത ഐക്യപ്രഖ്യാപനം അസംബന്ധമെന്നും പുന്നല ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഭാഗങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു ഐക്യമല്ല നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ല KPMS എന്നുള്ളതല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈഴവ സമുദായത്തിനിടയിൽ തന്നെ ഈ ഐക്യത്തെ കൺവിൻസ് ചെയ്യാൻ അതിൻ്റെ നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സിവിൽ സർവീസിനെ തകർത്ത ഇടത് ഭരണകൂടത്തിനെതിരെ ഉപവാസ സമരവുമായി NGO അസോസിയേഷൻ. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടത് ഭരണകൂടം പരാജയമാണെന്ന് കോട്ടയത്ത് നടന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത്
DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഉപവാസ സമരം നടത്തി. നിരവധി സമരങ്ങളിലൂടെ നേടിയെടുത്ത ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കുന്ന ഇടത് ഭരണകൂടം പരാജയമാണെന്നും കുടിശ്ശികയായ ക്ഷാമബത്ത ലഭിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ കോടതിയിൽ പോയപ്പോൾ ക്ഷാമബത്ത അവകാശമല്ല ഔദാര്യമാണെന്ന് പറഞ്ഞ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ ഇടത് ഭരണകൂടം തൊഴിലാളി വിരുദ്ധമാണെന്നും ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്ത് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ പറഞ്ഞു. സാമ്പത്തികമായി തകർന്ന ഒരു ഗവൺമെന്റ്, അഴിമതി ഒരു മുഖമുദ്രയാക്കിയ ഒരു ഗവൺമെന്റ്, എങ്ങനെയും കേരളത്തിലെ അധികാരം പിടിച്ചു നിർത്താൻ ആവശ്യമായ വർഗീയപരമായ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്. ഏറ്റവും ആശ്ചര്യകരമെന്ന് പറയട്ടെ, പണ്ട് കാലങ്ങളിലെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് CPM വലിയ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ് എന്നൊക്കെയാണ് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തിനേറെ പറയണം, കേരളത്തെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വർഗീയ ശക്തികൾക്കെതിരായി മതഭ്രാന്തന്മാർ ഇളക്കിവിടുന്ന ഇത്തരം കൽപ്പനകൾക്കെതിരായി ഒരു വാക്കുപോലും ഉരിയാടാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിലൊരു മുഖ്യമന്ത്രി. നിരവധി ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് അധ്യക്ഷനായി. യോഗത്തിൽ NGO അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബോബൻ VP, അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് B പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി സോജോ തോമസ്, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് റൂബി ചാക്കോ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് പയസ്, അസോസിയേഷൻ സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ത്രേസ്യമ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുന്നണി മാറ്റത്തെപ്പറ്റി ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു. ചർച്ചയുണ്ടായി എന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റ ചർച്ച ഉണ്ടായിട്ടില്ലെന്നും ഇതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അറിയിച്ചു. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ മുന്നണി വിട്ട് UDF ചേക്കേറണമെന്ന ചർച്ച ഇന്നലെ കോട്ടയത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായി എന്ന് പറയുന്ന വാർത്ത പച്ച നുണയാണ്. അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ചർച്ച ഉണ്ടായത് ശ്രീമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ വിജയിപ്പിക്കാൻ സംബന്ധിച്ച് മാത്രമാണ്. അങ്ങനെ നടന്ന കാര്യത്തിൽ നേരെ വിപരീതമായി മുന്നണി മാറ്റ ചർച്ച ഉണ്ടായി എന്ന് പറയുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ കർഷക താൽപര്യങ്ങളും കേരള പൊതുസമൂഹത്തിനു വേണ്ടി പാർട്ടിയെടുക്കുന്ന നിലപാടുകൾക്കും ഇടതുമുന്നണിയിൽ ലഭിക്കുന്ന മുൻഗണനയുടെ പശ്ചാത്തലത്തിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. മതേതര കാഴ്ചപ്പാടോടുകൂടി ന്യൂനപക്ഷ സംരക്ഷണം നിലനിർത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന നിലപാടാണ് ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ചയിൽ ഉണ്ടായത്. ഇടതുമുന്നണി വിഭാവനം ചെയ്തിരിക്കുന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ നയിക്കുന്ന മധ്യമേഖലാ ജാഥ വിജയമാക്കാനുള്ള ചർച്ചകളും പൂർത്തിയാക്കി യോഗം പിരിയുകയാണ് ഉണ്ടായതെന്നും പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രഥമ വനിതാ വിദ്യാലയമാണ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂൾ. 1819 അമേലിയ ഡറോത്തിയ ബേക്കറാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. 12 വിദ്യാർത്ഥിനികളുമായാണ് സ്കൂൾ തുടങ്ങിയത്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടരുത് എന്ന ആപ്തവാക്യവുമായി 1819 ഹെൻറി ബേക്കറുടെ ഭാര്യ അമേലിയ ഡറോത്തിയ ബേക്കർ സ്ഥാപിച്ചതാണ് അക്ഷരനഗരിയിലെ ഈ വിദ്യാലയം. പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രഥമ വനിതാ വിദ്യാലയമാണ് കോട്ടയം നഗരത്തിലെ ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി 12 വിദ്യാർത്ഥിനികളുമായി അമേലിയ ഡറോത്തിയ ആരംഭിച്ച ഈ സരസ്വതി ക്ഷേത്രം രാജ്യത്തെ ആദ്യത്തെ പെൺപള്ളിക്കൂടമാണ്. സ്കൂളിന്റെ സ്ഥാപകയായ അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെ പ്രതിമയും സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1888 അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെ മരണശേഷം മരുമകൾ ഫ്രാൻസിസ് ആൻ ബേക്കർ, ഇവരുടെ മക്കളായ മേരി, ആനി, ഇസബേൽ എന്നിവർ സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്തു. മേരി ആയിരുന്നു പ്രഥമ അധ്യാപിക. ബേക്കർ കുടുംബത്തിലെ 3 തലമുറകളിലെ വനിതാ മിഷണറിമാരോടുള്ള ആദരസൂചകമായി ഈ സ്ഥാപനത്തിന് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നാമകരണം ചെയ്തു. 1894 ലോവർ സെക്കൻഡറി പദവി ലഭിച്ചത്. 1904 ഹൈസ്കൂളായി ഉയർത്തി. 1998 ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർത്തപ്പെട്ടു. മധ്യ തിരുവിതാംകൂറിലെ മികച്ച ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. സ്കൂളിലെ സ്ഥാപകയായ അമേലിയ ഡറോത്തിയ ബേക്കറിന്റെ 225ാം ജന്മദിനം കഴിഞ്ഞ ദിവസം സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പും ഉപകരണ വിതരണവും നടന്നു. മുനിസിപ്പൽ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുകയും ചെയ്തു.
മൈലത്തകടിക്കൽ CMS LP സ്കൂളിൽ നടന്ന ശ്രേഷ്ഠം 2026 കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഷേർലി ജെ കുട്ടികളുമായി ആടിയും പാടിയും കഥ പറഞ്ഞും സന്തോഷം പങ്കുവച്ചു. മുണ്ടക്കയം മൈലത്തകടിക്കൽ CMS LP സ്കൂളിൽ ശ്രേഷ്ഠം 2026 എന്ന പേരിൽ പരിപാടി നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബെൻസി ജോസഫ്, PTA പ്രസിഡന്റ് സുധീഷ് KM, MBTA പ്രസിഡന്റ് സൗമ്യമോൾ VS എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 2025 സംസ്ഥാനത്തെ മികച്ച 1ാം ക്ലാസ് അധ്യാപികയും പുരസ്കാര ജേതാവുമായ ഷേർലി ജെ കുരുന്നുകൾക്ക് ക്ലാസുകൾ എടുത്തു. കഥയും അഭിനയഗാനവുമായി ടീച്ചർ കുരുന്നുകൾക്കൊപ്പം കൂടി. പിന്നിത്തരം പെണ്ണുങ്ങളൊത്തുകൂടി കുട്ടനാട്ടിൽ പാടും കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂടുന്നവർ പട്ടിണിക്കാൻ. ചിത്തിര ചീര ചെറിയ കുറിയ പിന്നിത്തരം പെണ്ണുങ്ങളൊത്തുകൂടി കുട്ടനാട്ടിൽ പാടും കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂടുന്നവർ പട്ടിണിക്കാൻ. നാടൻ പാട്ടുകളും നൃത്തച്ചുവടുകളുമായി അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികൾക്കൊപ്പം ചേർന്നു. ഇത് ശ്രേഷ്ഠം 2026 പരിപാടിക്ക് കൊഴുപ്പേകി. തുടർന്ന് അധ്യാപിക ഷേർലി ജെയെ ആദരിച്ചു. അധ്യാപകരായ രോഹിണി P. ചെറിയാൻ, ജസ്റ്റിന MB, ശ്രദ്ധ സൂസൻ ജോസഫ്, ട്രെയിനിംഗ് ടീച്ചേഴ്സ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളിയിലെ സ്വർണ്ണ കവർച്ച അന്വേഷണത്തിന് പോലീസിന്റെ 2 ടീമുകൾ. സംസ്ഥാനത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയ മോഷ്ടാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. 7 സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്യാൻ 2000 രൂപ കൈക്കൂലി. ഇളങ്കുളത്ത് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് വില്ലേജ് ഓഫീസർ വിഷ്ണു ONS. നായർ ഈഴവ ഐക്യം പുതുമയല്ലെന്ന് KPMS. ഐക്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനെന്ന് പുന്നല ശ്രീകുമാർ. ഇടത് ഭരണകൂടത്തിനെതിരെ ഉപവാസ സമരവുമായി NGO അസോസിയേഷൻ. ഇടത് ഭരണകൂടം പരാജയമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.